Hello guys, this is a stock sound of Apache RTR 180 without Canon air filter. അപ്പോൾ ഞാൻ RTR 180ലേക്ക് ഇത് ഡയറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പോവല്ല. ഞാൻ ഓൾറെഡി RTR 180ൻ്റെ എയർ ഫിൽറ്റർ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് സ്റ്റോക്ക് വരുന്ന കാർബറേറ്റർ പൈപ്പിലേക്ക് തന്നെ Canon ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പാച്ചിയുടെ എയർ ഫിൽറ്റർ ബോക്സ് രണ്ട് മെയിൻ സ്ക്രൂവിലാണ് നിൽക്കുന്നത്. അത് ഊരിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ടൈം നമുക്ക് കാർബറേറ്ററിനകത്ത് ഒരു ഡയറക്റ്റായിട്ട് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടാങ്കിൻ്റെ സ്ക്രൂ ലൂസാക്കി ഊരി വെക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ടാങ്ക് തൽക്കാലം ഊരുന്നില്ല, ഞാൻ ഒരു സ്പാനർ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാർബറേറ്ററിലേക്ക് എയർ ഫിൽറ്റർ കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് ഉണ്ട്, അത് അവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, അത് നമ്മൾ ലൂസാക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ മേലെയാണ് CDI യൂണിറ്റ് വരുന്നത്, അതിൻ്റെ ലോക്ക് കൂടി പിടിപ്പിക്കണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ റിങ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് സാധാരണ നിങ്ങളുടെ വണ്ടിയിലെ എയർ ഫിൽറ്ററിലാണെങ്കിൽ അവിടെ ഒരു ട്യൂബ് ഉണ്ടാവും, അത് എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ വന്ന് ചെയ്യുക. എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഊരിയോണ്ടാണ് അത് കാണിക്കാതിരുന്നത്. അതും കൂടി ഊരിയാൽ മാത്രമേ എയർ ഫിൽറ്റർ ബോക്സ് ഊരി വരുള്ളൂ. അതുപോലെ തന്നെ കാർബറേറ്ററിലേക്ക് എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന പൈപ്പ് എപ്പോഴും മര്യാദക്ക് ഫിറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ചില സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ മാത്രമേ കയറിയിട്ടുണ്ടാവുള്ളൂ, ബാക്ക് വശത്ത് കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുവഴി കൂടുതൽ ഡസ്റ്റ് കാർബറേറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയി കാർബറേറ്റർ പിസ്റ്റൺ ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രണ്ട് പൈപ്പ് എൻജിൻ്റെ ഉള്ളിലേക്ക് എയർ മിക്സ്ചർ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അപ്പോൾ ചില ആൾക്കാർ ഈ K&N എയർ ഫിൽറ്റർ വാങ്ങിയിട്ട് ഡയറക്റ്റ് കാർബറേറ്ററിലേക്ക് ഫിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം ഡയറക്റ്റ് എയർ ഉള്ളിലേക്ക് കയറിപ്പോകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പൈപ്പിനകത്ത് ഒന്നെങ്കിൽ വല്ല ക്ലോത്തോ അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ വല്ല സാധനം വെച്ച് കവർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഡസ്റ്റ് ഉള്ളിലേക്ക് കയറി പിന്നെ പിസ്റ്റണിന് വരെ പണി ഉണ്ടാകാവുന്നതാണ്. K&N എയർ ഫിൽറ്റർ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് ഷോർട്ടാവുന്ന കാര്യം പറയലുണ്ട്. അപ്പം മൈലേജ് ഷോർട്ടാവും, പക്ഷേ ചില ആൾക്കാർ പറയുന്ന പോലെ വലിയ രീതിയിലൊന്നും ഷോർട്ടാവില്ല. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് കാർബറേറ്റർ ട്യൂൺ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഫ്രീ ഫ്ലോ എയർ ഫിൽറ്ററാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എയർ നമ്മളെ കാർബറേറ്ററിലേക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫ്യൂവലും കൂടി കൂട്ടിയാൽ മാത്രമേ അതിനുള്ള പെർഫോമൻസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു RPM കുറച്ചധികം കയറി കഴിഞ്ഞാൽ ചിലപ്പം വണ്ടി മിസ്സിങ് വരുന്ന പോലെ ഉണ്ടാവും. അത് കാർബറേറ്റർ ട്യൂൺ ചെയ്യാത്തതുകൊണ്ടാണ്. ആ മിസ്സിങ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയർ RPM കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബറേറ്ററിനകത്തേക്ക് എയർ മാത്രമേ ഓവറായിട്ട് വരുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള ഫ്യൂവൽ വരുന്നില്ല. അപ്പോൾ ഫ്യൂവലും കൂടി മര്യാദയ്ക്ക് മാനേജ് ചെയ്ത് ഫ്യൂവലും എയറും ഒരേ റേഷ്യോയിൽ വന്നാൽ മാത്രമാണ് വണ്ടിക്ക് പെർഫോമൻസ് കിട്ടുള്ളൂ.